ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് വീക്ക് നമുക്ക് എന്താ പറയുക നല്ലൊരു ഫോളായിരുന്നു, ഒരു നല്ല ബിയറിഷ് വീക്കായിരുന്നു. ആൻഡ് ഇനി നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് തന്നെ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ബിയറിഷ് വീക്ക് തന്നെയാണോ കണ്ടിന്യൂ ആവുന്നത് എന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ആൻഡ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡാറ്റയും മീൻസ് FIDA ഡാറ്റ ആൻഡ് OI അനാലിസിസും പ്ലസ് നമുക്കൊരു ചാർട്ട് അനാലിസിസിൽ വെച്ചിട്ട് എങ്ങനെയാണ് മീൻസ് ഇനി കമ്മിങ് വീക്ക് എങ്ങനെയാകും എന്ന് നോക്കാം. എനിവേ നല്ലൊരു ബൈയിങ് സോൺ ഫോർവേഡ് ടൈം ഫ്രെയിമിലൊക്കെ ഉണ്ടായി, ബട്ട് അവിടെ നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് എന്നുള്ളത് കുറച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ എല്ലാവരും മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എൻ്റെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ഒരു ചെറിയൊരു ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. ലാസ്റ്റ് ഫ്രൈഡേ നമുക്ക് ഉണ്ടായത് ഓക്കെ, ലാസ്റ്റ് ഫ്രൈഡേ നമുക്ക് ഒരു ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. നമുക്ക് ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. ദെൻ ഒരു പുൾ ബാക്ക് അവിടെ നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ പയ്യെ സ്ലോലി ഒരു ഡിമാൻഡ് സോൺ. ഡിമാൻഡ് സോണിലാണ് കംപ്ലീറ്റ്ലി ഒരു സപ്പോർട്ട്. ഡിമാൻഡ് സോൺ നിയർ ടു ഡിമാൻഡ് സോണിലായിരുന്നു ഒരു സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത 46,500 ലെവൽ. ഈ ലെവലായിരുന്നു നിഫ്റ്റി എന്ത് ചെയ്തത്, ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ പോലെ നിന്നത്. അതൊരു സപ്പോർട്ട് ലെവലായിരുന്നു. സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു പുൾ ബാക്ക് ഉണ്ടാകാൻ ശ്രമിച്ചു, ബട്ട് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ദെൻ അവിടെ നിന്ന് ഫോളോ ആയി ഡിമാൻഡ് സോൺ സപ്പോർട്ടായി. പിന്നെ സ്ട്രാഡിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ അപ്പ് ഉണ്ടാവും ആൻഡ് ഡൗൺ ഉണ്ടാവും. നമുക്ക് കറക്റ്റ് ഒരു മീൻസ് ഒരു എന്താ പറയുക ഒരു വൺ സൈഡ് റാലിയോ ഒരു ഇതുണ്ടാവില്ല. മീൻസ് കൺസോൾട്ടേഷൻ ആയിരിക്കും വിത്ത് ഇപ്പോൾ ലാസ്റ്റ് മീൻസ് ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കൺസൾട്ടേഷൻ വിത്ത് എന്താ ഒരു നെഗറ്റീവ് ബയാസിലായിരുന്നു എന്ത് ചെയ്ത് ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്തത്. ഏകദേശം ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു നിഫ്റ്റിയും ഉണ്ടായിരുന്നത് നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് നിഫ്റ്റിയുടെ ഒന്ന് നോക്കാം. നിഫ്റ്റിയും ഏകദേശം ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു. നമുക്ക് താഴെ ഒരു ഫോൾ ഉണ്ടായിരുന്നു. മീൻസ് ഫോളിൽ നിന്ന് പയ്യൊന്ന് അപ്പാകാൻ നോക്കി. ദെൻ ക്വിക്ക് ഫോളിൽ ഡിമാൻഡ് സോണിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്ത് ആ ഒരു സപ്പോർട്ട് നിഫ്റ്റി എടുത്തത്. അവിടെ നിന്ന് പിന്നെ ഡിമാൻഡ് സോണിൽ നിന്ന് ഒന്ന് പുൾ ബാക്ക് ശ്രമിച്ചു. 22,000 എന്ന റീജിയനിലാണ് നിഫ്റ്റി എന്ത് കൺസോൾട്ടേറ്റ് ചെയ്തത്. അപ്പോൾ അതായിരുന്നു നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് വിത്ത് എന്നാൽ കുറച്ചും കൂടി ഒരു വയലൻറ്റ് മീൻസ് ഒരു അപ്പ് സൈഡ് പിന്നെയും ഡൗൺ ആയിട്ട് തന്നെ നിന്നത്. മീൻസ് ഫോൾ കണ്ടിന്യൂ ചെയ്തില്ല, പക്ഷേ നമുക്ക് എന്താ ഒരു റീബൗണ്ട് മാർക്കറ്റിലോട്ടും ഉണ്ടായില്ല. അപ്പോൾ അത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് കമ്മിങ് വീക്കിലേക്ക് അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സ് നമുക്ക് നാളെ മുതൽ എങ്ങനെയാവും, നമുക്ക് ഈ ഒരു ഫോൾ തുടരോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് OI അനാലിസിസിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ OIയുടെ വീക്കിലി അനാലിസിസിലാണ്. 22,000 സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട് വിത്ത് സപ്പോർട്ടാണ്. ആൻഡ് PCR 1.1 ബുള്ളിഷ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 21,800ഉം റെസിസ്റ്റൻസിൽ നമുക്ക് 22,000 ഇവിടെ കാണാം. നമുക്ക് പുട്ട് ബിൽഡിങ് കാണാം. അപ്പോൾ 22,000 പുട്ട് ബിൽഡിംഗ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് 22,200 പുട്ട് ബിൽഡിംഗ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. 22,000 സ്റ്റാർട്ടിലാണ് പുട്ടും കോളും ഉണ്ട്. മോസ്റ്റ്ലി നിൽക്കുന്നത് പുട്ടാണ്. ആൻഡ് 21,800 നമുക്ക് നല്ലൊരു സപ്പോർട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കാം. 22,000 നമുക്ക് എന്താണ് കഴിഞ്ഞ ദിവസം സ്ട്രാഡിൽ ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരു കോൾ ബിൽഡിംഗ് ഉണ്ട്. ബട്ട് അവിടെ കോൾ ബിൽഡിംഗ് കുറച്ച് താഴെയാണ്. അപ്പോൾ താഴെയായിട്ട് തന്നെ നോക്കാം. ആൻഡ് 21,800 കറൻ്റ്ലി നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, 21,800 ഇപ്പോൾ ഒരു സപ്പോർട്ടുണ്ട്.
മീൻസ് ഫോർമേഷൻ കുറച്ച് കുറവാണ്. ബട്ട് എന്തായാലും 22 ആ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കാം. ദെൻ പിന്നെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് 22,200 അവിടെ നമുക്ക് കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് ഉണ്ട് അല്ലേ. നമുക്ക് പുട്ട് ബിൽഡിംഗ് ലൈറ്റായിട്ട് അവിടെ നിന്നുണ്ട്. ആൻഡ് മാക്സിമം റെസിസ്റ്റൻസ് കോളാണ് വരുന്നത്. അപ്പോൾ കോൾ നമുക്ക് കുറച്ച് മീൻസ് താഴേക്ക് വെക്കാം. ബിക്കോസ് കോളാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കോൾ നിൽക്കുന്നു. ആൻഡ് അവിടെ പുട്ടും ബിൽഡ് ചെയ്ത് നിൽക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു റീജിയൻ താഴേക്ക് വന്നാൽ ഇവിടെ പിന്നെയും ഷോർട്ട് കവറിങ് ഉണ്ടാവും. മീൻസ് ഷോർട്ട് ബിൽഡപ്പ് അല്ലെങ്കിൽ ലോങ് അൺവൈൻഡിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെയും നമുക്ക് താഴേക്ക് വരാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. സോ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ആൻഡ് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ റേഞ്ച് മനസ്സിലായല്ലോ. കൺസോൾട്ടേഷൻ റേഞ്ച് എന്ന് പറയുന്നത് 22,000 തന്നെയാണ്. അവിടെ കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് ഉണ്ട്. ദെൻ റെസിസ്റ്റൻസിലും നമുക്ക് ഒരു ചെറിയ ബിൽഡിംഗ് വരുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് സപ്പോർട്ട് 21,800 ഓക്കെ. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു OI അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ OI അനാലിസിസ് ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിക്കും ഏകദേശം ഈക്വലി 46,500 46,700 സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. 2 സ്ട്രാഡിൽ ഫോർമേഷൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കാണ്ടിരിക്കുക. ദെൻ അപ്പോൾ പിന്നെ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ഈക്വലി 500 എവേ ആയിട്ട് 47,500 46,000 ഇതുണ്ട്. മീൻസ് റെസിസ്റ്റൻസ് ഉണ്ട്. ബട്ട് ഇവർ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇവിടെ പുട്ട് ബിൽഡിംഗ് ഹൈ ആയിട്ട് വരുന്നു. ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ പുട്ട് ബിൽഡിംഗ് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് കോൾ ബിൽഡിംഗ് കുറവാണ്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ കോൾ ബിൽഡ് ചെയ്തിട്ടില്ല. മീൻസ് ബിയറിഷിലേക്ക് ബാങ്ക് നിഫ്റ്റി അത്രയും പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് അവിടെ കാണാം. അപ്പോൾ ശ്രദ്ധിക്കുക, വൺസ് ഈ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ്റെ താഴെ പോയാൽ എങ്ങനെ വന്നാലും ഈ ലോങ് ഉണ്ടല്ലോ, മീൻസ് ഇവിടെ ലോങ് അതായത് പുട്ട് മീൻസ് വിറ്റവർ ഇവർക്ക് എന്തായാലും ഈ ലോങ്ങിനെ അവർക്ക് കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നാൽ ഇവർ കവർ ചെയ്യേണ്ടി വന്നാൽ വീണ്ടും ബാങ്ക് നിഫ്റ്റി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ല, ഈ ലോങ് വൺസ് ഇനി അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്നാൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് നല്ല ഒരു രീതിയിലേക്ക് ഒരു പ്ലസ് വന്നാൽ ബാങ്ക് നിഫ്റ്റി ഒരു 47+ നമുക്ക് കാണാനുള്ള ചാൻസസും അവിടെയും ഉണ്ട്. അപ്പോൾ ആ 2 സിനാരിയോയും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. ആൻഡ് നമുക്ക് മീൻസ് അപ്പോൾ 2 സ്ട്രാഡിൽ ഫോർമേഷൻ കാണാം. ഓക്കെ, 47,000 46,500 അപ്പോൾ ഇത് രണ്ടും 46,500 നമുക്ക് രണ്ടും യെല്ലോ ആക്കി തന്നെ സെറ്റ് ചെയ്യാം. സ്ട്രാഡിൽ ഫോർമേഷൻ 46,500 ആൻഡ് 47,000 സ്ട്രാഡിൽ ഫോർമേഷനാണ്. ഓക്കെ, ആൻഡ് ഒരു സ്ഥലത്ത് കോളാണ് കുറഞ്ഞു നിൽക്കുന്നത്. ദെൻ ഒരു സ്ഥലത്ത് കോള് കൂടി പുട്ട് കുറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ 47 റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. ആൻഡ് 46,500 സപ്പോർട്ടും ഫീൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ സപ്പോർട്ടാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാം. ആൻഡ് മേളിൽ നമുക്ക് റെസിസ്റ്റൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് റെസിസ്റ്റൻസും കൊടുക്കാം. ഓക്കെ, ആൻഡ് ഈ ഒരു റീജിയൻ നമുക്ക് ശ്രദ്ധിച്ച് വെക്കുക. 46 ഇനി നമുക്ക് സപ്പോർട്ട് ആൻഡ് അതിൻ്റെ താഴെ സപ്പോർട്ട് എന്ന് പറയുന്നത് 46,000 ഇനി അവിടെയും ചെറിയൊരു കോൾ ബിൽഡിങ് കാണാം. ബട്ട് നമുക്ക് നോക്കാം നെക്സ്റ്റ് എങ്ങനെയാണ് ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു സെക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഓവറോൾ ബാങ്ക് നിഫ്റ്റി നോക്കാം. 2 സ്ട്രാഡിൽ ഫോർമേഷനാണ്. 47,000 ഉണ്ട്, 46,500 2 സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് വന്നിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. ആൻഡ് അതനുസരിച്ച് നമുക്ക് ഒരു ട്രേഡ് മീൻസ് അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ OI അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഓവറോൾ FIDA ഡാറ്റ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ലാസ്റ്റ് ഫ്രൈഡേ അവസാനിക്കുമ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നോക്കാം. നമുക്ക് തേഴ്സ്ഡേ നമുക്ക് ഒരു കോൾ ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്ത് വന്നായിരുന്നു. ആൻഡ് പുട്ടും അതിനനുസരിച്ച് ലോങ്ങിലുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഡേ ആണെങ്കിൽ കോൾ ബിൽഡ് ചെയ്തത് അത്രയും കുറഞ്ഞിട്ടില്ല. ബട്ട് പുട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ഇൻഡിക്കേഷനാണ്. അതോടൊപ്പം ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ സെല്ലിങ് ഏകദേശം ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നു. ആൻഡ് അപ്പോൾ അതിൽ വലിയ രീതിയിൽ കൂടിയിട്ടും ഒന്നുമില്ല. അപ്പോൾ അതും നമുക്കൊരു പോസിറ്റീവാണ്. ഇവിടെ നമുക്ക്
തേഴ്സ്ഡേ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കോളിന് ഒരു ഡൗൺ കാണാം അല്ലേ. ഇവിടെ നമുക്കൊരു ഡൗൺ ആയിട്ട് കാണാം. പുട്ട് ലോങ്ങിൻ്റെ ഒരു കുറവ് കാണാം. ബട്ട് അത്രയും കുറവ് നമുക്ക് ലോങ്ങിലേക്കുള്ള കോളിന് ഉണ്ടായിട്ടില്ല. സോ അതും നമുക്ക് ഒരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ കൂട്ടാം. മേ ബി ഒരു മാർക്കറ്റിൻ്റെ ഒരു പുൾ ബാക്കിനുള്ള ഒരു ചാൻസ് അവിടെ FISൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. DISും കൂടി മീൻസ് പ്രോയും കൂടി നോക്കണം. ബട്ട് സെല്ലിങ് ഇവിടെ കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് സെല്ലിങ് ഇവിടെ കുറച്ച് കൂടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലേക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മേ ബി നമുക്ക് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ കുറച്ചൊരു സെല്ലിങ്, അപ്പോൾ ഒരു പുൾ ബാക്ക് നടത്തിയിട്ട് വേണമെങ്കിൽ അത് മീൻസ് ഒരു സെൻറ്റിമെൻറ്റ് വേണമെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്ത് പോകാം. മീൻസ് ബിയറിഷ് സെൻറ്റിമെൻറ്റ് ഫോളോ ചെയ്യാം ഉള്ളൊരു കാര്യം അവിടെ നിന്ന് നോക്കി മനസ്സിലാക്കുക. ബിക്കോസ് ഇവിടെ സെല്ലിങ് കുറച്ച് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓവറോൾ വിത്ത് പോസിറ്റീവ് ബയാസ് വന്ന കുറച്ചൊരു മിക്സഡ് ആയിട്ടൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റും FIS വെക്കുന്നുണ്ട്. DIS കുറച്ചും കൂടി നെഗറ്റീവ് ആണെന്ന് തോന്നുന്നു. നമുക്ക് മീൻസ് തേഴ്സ്ഡേ അവർ നല്ല രീതിയിൽ ബുള്ളിഷ് ആയിരുന്നു. ബട്ട് അത്രയും ഒരു ബുള്ളിഷ് കാണാൻ കഴിയുന്നില്ല. ആൻഡ് ഓവറോൾ നമുക്ക് ചെറിയൊരു രീതിയിൽ നെഗറ്റീവും അവർ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ആൻഡ് തേഴ്സ്ഡേ അവർ ബുള്ളിഷ് സെൻറ്റിമെൻറ്റലായ മീൻസ് ഫ്യൂച്ചേഴ്സിൽ അവർ ഫ്യൂച്ചേഴ്സും സെല്ലും ചെയ്തിട്ടുണ്ട്. അവിടെയും ബിയറിഷ്നെസ് കാണാം. OI ഇൻഡെക്സിലും കാണാം. OI ഇൻഡെക്സ് ഓപ്ഷൻസിലും അവർ കോൾ അൺവൈൻഡിങ്ങും ലോങ്ങിലേക്ക് പുട്ടുമാണ് നിൽക്കുന്നത്. മീൻസ് അതും ബിയറിഷാണ്. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അവർ നല്ല ബിയറിഷ് സെൻറ്റിമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സെല്ലിങ് തന്നെയാണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ. അപ്പോൾ പ്രോ കംപ്ലീറ്റ്ലി ബിയറിഷ് ആയിട്ടും എന്നാൽ FIS കുറച്ചൊന്ന് പോസിറ്റീവ് ആയിട്ടും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബിയറിഷ് സെൻറ്റിമെൻ്റാണ് കുറച്ചും കൂടി ഒന്ന് കൂടി നിൽക്കുക എന്നുള്ളത് കാണാം. ബട്ട് ആൻഡ് ക്യാഷ് മാർക്കറ്റിൽ നോക്കുക. ക്യാഷ് മാർക്കറ്റിൽ കുറച്ച് 850 അടുത്ത് FIS ബൈ ചെയ്തിട്ടുണ്ട്. DIS ആണെങ്കിൽ കുറച്ച് സെല്ലിങ്, ബിക്കോസ് 9000 ബൈയിങ് ആയിരുന്നു DIS നടത്തിയത്. ഇപ്പോൾ ഒരു കുറച്ചൊന്ന് സെല് ചെയ്തിട്ടുള്ളൂ. എനിവേ ബോട്ടം കണ്ടെത്താം എന്നുള്ള ഇതിലേക്കും നമുക്ക് ഈ ക്യാഷ് മാർക്കറ്റിനെ നോക്കാം. അവിടെ നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള സെല്ലിങ്ങൊന്നും DIS FIS നടത്തിയിട്ടില്ല. അത് നമുക്കൊരു പോസിറ്റീവാണ്. ബിക്കോസ് ഇത്രയും മാർക്കറ്റ് ഒരു നെഗറ്റീവിലേക്ക് പോയിട്ടും അവർ ആ ഒരു ക്യാഷ് മാർക്കറ്റിൽ അവർ നല്ല രീതിയിൽ സെല്ലിങ് നടത്തിയിട്ടില്ല. ബട്ട് നമ്മൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ നല്ല രീതിയിൽ റെഡായിട്ടുണ്ട്. എനിവേ നമുക്ക് നോക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നിഫ്റ്റി ഇൻഡെക്സ് അനാലിസിസും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് മീൻസ് നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ ഒരു അനാലിസിസും കൂടി ഒന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 4 hour ടൈം ഫ്രെയിമിൽ ഒന്നും കൂടി ജസ്റ്റ് മാർക്കറ്റിൻ്റെ ഒന്ന് സെൻറ്റിമെൻ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. നമ്മൾ ഒരു ഹൈ ലോ എടുത്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടിരുന്നത് അല്ലേ. ഇവിടെ നമുക്കൊരു ലോ എടുത്തു, പിന്നെയും ഒരു ഹൈ എടുത്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് നല്ലൊരു സെൻറ്റാണ്. മീൻസ് നല്ലൊരു ബൈയിങ് ലെവലാണ്. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഒക്കെ നല്ലൊരു ബൈയിങ് ലെവലാണ്. ആൻഡ് ഈ ഒരു ലെവലിൽ സ്റ്റിൽ ഇപ്പോഴും ഒരു മീൻസ് ഇതിൻ്റെ താഴെ നമുക്ക് ഒരു ക്ലോസിങ് 4 hour ടൈം ഫ്രെയിമിലും മീൻസ് നിഫ്റ്റി തന്നിട്ടില്ല. അപ്പോൾ 4 hour ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ താഴെയുള്ള ഒരു നല്ലൊരു ക്ലോസിങ് നമുക്ക് കിട്ടണം. അപ്പോൾ 4 hour ടൈം ഫ്രെയിം, ഈ ഒരു ടൈം ഫ്രെയിം എന്തായാലും നോക്കുക. നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ക്ലോസിങ് ക്യാൻഡിൽ വിത്ത് അതിൻ്റെ കണ്ടിന്യൂഷൻ ക്യാൻഡിലും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമുക്കൊരു സെല്ലിങ് ഇത് നോക്കാം. അതല്ല എങ്കിൽ മേ ബി നമുക്ക് ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് ഒരു 22 ഈ ഒരു ലെവലിലേക്ക്, ഇതൊരു നല്ല റെസിസ്റ്റൻസ് ലെവലാണ്. ഈ ഒരു ലെവലിൽ വന്നിട്ട് സ്റ്റിൽ നമുക്കൊരു മീൻസ് ഒരു സ്പിൻ ടൈപ്പോ ഒക്കെ ഒരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേ ബി നമുക്ക് ഒരു ഫോള് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനാരിയോ അനുസരിച്ച് മേ ബി ഒന്ന് പുൾ ബാക്ക് നടത്തിയിട്ട് ഈ ഒരു ലെവലിൽ നമുക്കൊരു നെഗറ്റീവ് ക്യാൻഡിൽ, ഒരു പിൻ ബാറോ മീൻസ് മെയിനിൽ ഹാമർ ടൈപ്പ്, റിവേഴ്സ് ഹാമർ ടൈപ്പ് ക്യാൻഡിൽ ഫോം ചെയ്താൽ നമുക്ക് അവിടെ നിഫ്റ്റി ബിയറിഷ് ആയി എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. കറൻറ്റ് ലെവലിൽ വെച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക മീൻസ് വാങ്ങിക്കാനല്ല, അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ നിന്നൊരു പുൾ ബാക്കിൻ്റെയൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടുത്തെ ക്യാൻഡിൽ ഫോർമേഷൻ എന്തായാലും ഈ ഒരു ലെവലിൽ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടുത്തെ കറക്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇനി
ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും സെയിം നമ്മൾ പറയണ മാതിരി തന്നെ ഒരു ഹൈ എടുത്തു, ഒരു ലോ എടുത്തു, വീണ്ടും ഒരു ഹൈ എടുത്തിട്ട് ഇപ്പോൾ മെയിനിലായിട്ട് ഇവിടെ ഒരു ബൈയിങ് സോണാണ്. ബാങ്ക് നിഫ്റ്റിക്കും ഇതൊരു ബൈയിങ് സോണാണ് അല്ലേ. ബട്ട് ഇവിടെ നമുക്ക് ബൈയിങ് സോണാണെന്ന് വിചാരിച്ചാൽ നമുക്ക് നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ ഇവിടെയും ബാങ്ക് നിഫ്റ്റിക്ക് മിസ്സിംഗ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ഏരിയ. ബാങ്ക് നിഫ്റ്റി ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ഫോർമേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മീൻസ് ഇവിടെ നിന്ന് ബൈയിലേക്ക് പോകുമ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് കിട്ടിയിട്ടാണ് ബാങ്ക് നിഫ്റ്റി വീഴുന്നതാണെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യലായിട്ട് നമ്മൾ നോക്കേണ്ട സോൺ എന്ന് പറയുന്നത് ഈ സോൺ തന്നെയാണ്. ഇത് ഇവിടെ നമുക്കൊരു പിൻബാർ ടൈപ്പ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷന് ശേഷം ഇവിടെ നമുക്ക് ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തത് എങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് മാർക്കറ്റ് എന്തായാലും റിവേഴ്സ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആ ലെവൽസ് നോക്കുക. ദെൻ ഇനി നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അത് നോക്കുക. ആൻഡ് ഈ ഒരു ലെവലിലും മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തേക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു ലെവലിൽ വന്നിട്ട് 47,000 അല്ലേ, ഒന്ന് ക്ലിയർ ആവാം. ആ ലെവലെന്ന് പറഞ്ഞാൽ 47,000 നമുക്ക് എന്താക്കുന്നത് മാർക്കറ്റിൻ്റെ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഈ ഒരു ലെവലിലാണ് നമുക്ക് കൺഫേം ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു പിൻബാർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ഹാമർ ടൈപ്പ് ഫോം ചെയ്താൽ ആൻഡ് അതിനൊരു കണ്ടിന്യൂഷനും കൂടി ഉണ്ടായാൽ മാർക്കറ്റിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ക്രാഷ് ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് അധികമാണ്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ നിഫ്റ്റിയുടെ ഒരു മിഡ് ക്യാപ്പും കൂടി നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പും നമ്മൾ ഒരു 4 hour ടൈം ഫ്രെയിം വെച്ച് നോക്കിയാൽ തന്നെ മിഡ് ക്യാപ്പിലും ഒരു പുൾ ബാക്കിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മേ ബി ഇവിടെ നിന്ന് ഇപ്പോൾ ഡൗൺ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി നമുക്ക് ഈ ഒരു ഏരിയ, ഈ ഒരു സോൺ ഇമ്പോർട്ടൻറ്റ് സോണാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സോണിൽ നമുക്ക് ക്യാൻഡിൽ ഫോർമേഷൻ വീണ്ടും എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് മാത്രം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു ബിയറിഷ് സെൻറ്റിമെൻ്റ് ആണെങ്കിൽ മേ ബി മാർക്കറ്റ് ഇനിയും സ്ലിപ്പാവാം. അതല്ല എങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു കൺസോളിഡേഷൻ എടുത്തിട്ട് മേ ബി ഒരു പുൾ ബാക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ എങ്ങനെ വന്നാലും നിഫ്റ്റി ഒരു പുൾ ബാക്ക് സോണാണ് ഇവിടെ നിന്ന് എപ്പോഴും നടത്തിയിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആ ഒരു സോണിലേക്ക് ഇൻഡെക്സ് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. അപ്പോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് വീക്കായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിഫ്റ്റിയും വീക്കാവാനുള്ള ചാൻസസ് അധികമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ലെവൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മൾ നിഫ്റ്റിയുടെ ഒരു നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി ടൈം ഫ്രെയിമിൽ വെച്ചിട്ടും 4 hour ടൈം ഫ്രെയിം വെച്ചിട്ടും അതിൻ്റെ ഒരു ക്യാൻഡിൽസ്റ്റിക് ഫോർമേഷൻ വെച്ചിട്ടും നമ്മളൊരു ലെവൽസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽസിൽ എങ്ങനെയാണ് അവിടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ എന്ന് നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. മേ ബി ഒരു പുൾ ബാക്ക് എടുക്കാം. അതല്ല എങ്കിൽ ആ പുൾ ബാക്ക് സക്സസ്ഫുൾ ആണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ആ മേളിലുള്ള റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ പുൾ ബാക്ക് സക്സസ്ഫുൾ ആണോ ഇല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി അതല്ല പുൾ ബാക്ക് എടുത്തില്ല, നേരെ റിവേഴ്സ് ആണെങ്കിൽ നമ്മുടെ ആ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ ക്യാൻഡിലും കൂടി ഫോം ചെയ്താൽ മേ ബി അവിടെ നിന്ന് കുറച്ചും കൂടി ഒരു താഴേക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അതുപോലെ ഇൻഡെക്സസ് ഒക്കെ താഴേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്തായാലും തിങ്കളാഴ്ചയും ഒരു ക്രൂഷ്യൽ ലെവലാണ് നമുക്ക് നോക്കേണ്ടത്. ലെവൽസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാനും നോക്കുക. ക്യാപിറ്റൽ സേഫ് ചെയ്യാൻ നോക്കുക. എപ്പോഴും സ്പ്രെഡ് ലിമിറ്റഡ് ലോട്ട് സ്ട്രാറ്റജീസിലൊക്കെ ട്രൈ ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.